ധർമ്മടത്തെ പിണറായി വിജയന്റെ റേറ്റിംഗ് ആണ് ഇനി നോക്കാനുള്ളത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസി ധർമ്മടം എങ്ങനെ വിലയിരുത്തുന്നു? പിണറായി വിജയന് ധർമ്മടത്ത് എത്ര മാർക്ക്? 86.45. ഈ ഒന്നാം റാങ്കുകാരനെയാണ് നമ്മൾ അന്വേഷിച്ചിരുന്ന ഒന്നാം റാങ്കുകാരനെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഒന്നാം റാങ്കുകാരൻ. 140 MLA-മാരിലെ നമ്പർ 1 ഒന്നാമത്തെ റാങ്ക് പിണറായി വിജയനാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? മുഖ്യമന്ത്രിക്ക് വല്ലപ്പോഴും അല്ലേ സ്വന്തം മണ്ഡലത്തിൽ പോകാൻ പറ്റൂ? മറ്റ് MLA-മാരെ പോലെ കല്യാണത്തിനും പാല് കാച്ചിനൊക്കെ പോകാൻ പറ്റുമോ? അദ്ദേഹം വളരെ ജനകീയനാണ്. അത് നമ്മൾ എല്ലാവരും 9-10 മാർക്കുകളാണ് നൽകിയത്. രാഷ്ട്രീയ എതിരാളികളാണെങ്കിൽ പോലും അദ്ദേഹം അതെനിക്കൊന്നു ആദ്യം ജയിക്കുന്ന ഭൂരിപക്ഷത്തിലല്ലേ രണ്ടാമത് ജയിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് വളരെ 50,000-ന് മുകളിൽ ഭൂരിപക്ഷമുള്ള വലിയ ഭൂരിപക്ഷം 50,000 മുകളിൽ. അപ്പം ആദ്യം 12,000 13,000 പരം വോട്ടുകൾക്കല്ലേ ഭൂരിപക്ഷം. 20,000 വളരെ ഈ ഒരു വലിയ നമ്പറിലേക്ക് പോകുന്നില്ല. ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. വലിയ 50,000 കിടക്കുന്നത്. അപ്പം സ്വാഭാവികമായി അദ്ദേഹം മണ്ഡലം നന്നായി ശ്രദ്ധിക്കുന്നു, മണ്ഡലത്തിൽ പ്രവർത്തനം നടത്തുന്നു. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ രീതിയിൽ മുഖ്യമന്ത്രിക്കുള്ള മാർക്ക് എന്നുള്ളൊരു ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി. ഞങ്ങളുടെ മണ്ഡലത്തിലെ ആളാണല്ലോ മുഖ്യമന്ത്രി. അപ്പൊ അദ്ദേഹം നല്ലതാണല്ലോ, ഈ സ്റ്റേറ്റിനെ നയിക്കുന്ന ആളാണല്ലോ. അദ്ദേഹം എന്താ പറയുന്നത്, മറ്റു പല വിശേഷണങ്ങൾ ഏതാണ്, ക്യാപ്റ്റൻ ആണല്ലോ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും രാഷ്ട്രീയ എതിരാളികൾ ഉൾപ്പെടെ വളരെ മികച്ച. നമ്മൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ സർക്കാരിനോട് ചോദിച്ചല്ലോ, സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും വളരെ മോശം അഭിപ്രായം ഇല്ല. വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള രാഷ്ട്രീയങ്ങളുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയന് വളരെ വലിയ ജനപിന്തുണ, ഏറ്റവും മികച്ച MLA എന്ന രീതിയിൽ ഒന്നാമത്തെ റാങ്ക് കിട്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയിലെ ഒന്നാമൻ MLA-മാരിലെയും ഒന്നാമനാണ്. നോക്കാം ധർമ്മടം മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം. അതിൽ പ്രത്യേകിച്ച് കൗതുകമൊന്നുമില്ല. എന്നാലും LDF 67%, 67.7%, UDF 27.33%, NDA 4.97%. സ്വാഭാവികം 40%. എനിക്ക് തോന്നുന്നു ഈ ലീഡ് വ്യത്യാസം ഏറ്റവും വലിയ ലീഡ് വ്യത്യാസം ഇപ്പോൾ വന്നേക്കുന്നത് ധർമ്മടമാണ്. അതെ, ഇത്തവണയും 50,000 കടക്കും ഉറപ്പായിട്ട്. ഇപ്പൊ നമ്മൾ ലീഡ് പ്രകാരം 50,000-ന് മുകളിലേക്ക് 60,000. അതുപോലെ തന്നെ LDF-ന് കിട്ടുന്ന പെർസെന്റേജ് വൈസും ഈ 67% എന്ന് പറയുന്ന മറ്റു മണ്ഡലങ്ങൾ ഇതുവരെ കണ്ടില്ല. ഇല്ല, 67, 62 വരെ മട്ടന്നൂർ വന്നു, 62 വരെ വന്നു. അതിലും വലിയ ഭൂരിപക്ഷത്തിലേക്ക് ധർമ്മടം വരുന്നുണ്ട്. ധർമ്മടമായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം തോന്നുന്നു. പിണറായി വിജയന് 40% മാർജിനാണ് എതിരാളികളെക്കാൾ ഉള്ളത്. വലിയ അതിഗംഭീര പ്രകടനം.